കാരണം എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാകും സ്വാഭാവികമായും അടുത്ത 2 ദിവസങ്ങളിൽ. മറ്റന്നാളാണ് യഥാർത്ഥ ജനവിധിയുടെ ഫലം വരാനിരിക്കുക. ശ്രീ കൃഷ്ണ ഭാസ്കർ വലതു നിരീക്ഷകൻ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകനുണ്ട്. അനിൽ ബോസ്, സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാക്കളെയും കോൺഗ്രസിന്റെയും BJP നേതാക്കളെയും ഈ വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ ഇതിന്റെ ചർച്ചയുടെ ഭാഗമായി പ്രതീക്ഷിക്കുന്നു. ശ്രീ കൃഷ്ണ ഭാസ്കർ, ഇന്നലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞു വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എക്സിറ്റ് പോളുകളിൽ ഒരു വിശ്വാസവുമില്ല. എക്സിറ്റ് പോളുകളുമായി സഹകരിക്കേണ്ട, എക്സിറ്റ് പോളുകൾ എന്നത് BJPയെ സഹായിക്കാനുള്ള ടൂൾസ് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നീട് നിലപാട് മാറ്റുന്നു. തങ്ങളുടെ നിലപാടുകൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ BJPയെ തുറന്നു കാട്ടാൻ ചാനൽ ചർച്ചകളിൽ നേതാക്കൾ പങ്കെടുക്കേണ്ടി വരുമെന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ വരുന്നു. പവൻ കേരയാണ് ആദ്യം ഇത് പറഞ്ഞതും രണ്ടാമത് തിരുത്തുന്നതും നമ്മളത് കണ്ടതാണ്. പക്ഷെ അപ്പോഴും ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന ശേഷവും പൂർണ്ണമായും തള്ളുകയാണ് എക്സിറ്റ് പോളുകളെ. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. എക്സിറ്റ് പോളുകൾ സത്യമാകണമെന്നില്ല. ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം 295 ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ ആ മുന്നണി നിൽക്കുന്നത് എന്തുകൊണ്ടാകും? നമസ്കാരം രഞ്ജിത്ത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം നല്ലതാണ്. എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളുകൾ വിശ്വാസമില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. അവരുടെ ഭാഗത്തേക്കല്ല ജയം എന്ന് തോന്നിക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. ജയം നമ്മുടെ ഭാഗത്തേക്കാണെന്ന് തോന്നിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് എക്സിറ്റ് പോളിൽ വിശ്വാസമുണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എനി റിസർച്ച് എന്ന് പറയുമ്പോൾ എൻറ്റയർ പോപ്പുലേഷനെ പോയിട്ട് കണ്ട് എടുക്കുന്നതല്ലോ റിസർച്ച്. പോപ്പുലേഷനും സാമ്പിളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ 5 ലക്ഷം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ 5000 പേരെയോ അല്ലെങ്കിൽ 6000 പേരെയോ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ് എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തി അവരിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചിട്ടാണ് സാധാരണ എക്സിറ്റ് പോളുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ആ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു ആ സാമ്പിൾ എന്നാണ് സങ്കല്പം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനർ വേരിയേഷൻസ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ കണ്ടിട്ടുള്ള എക്സിറ്റ് പോളുകൾ സയന്റിഫിക് ആയിട്ട് ഓരോ 5 വർഷം കഴിയുമ്പോഴും സയന്റിഫിക് ആയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇൻഫാക്ട് ദ യൂസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളിൽ വിശ്വാസ്യതയില്ല എന്ന് പറയുന്നത് അവർ രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടാൽ മതി. എക്സിറ്റ് പോളുകൾ നല്ലതാണോ എന്നുള്ളത് മറ്റൊരു ഡിബേറ്റാണ്. എക്സിറ്റ് പോളുകൾ വേണോ വേണ്ടേ എന്നുള്ളത് മറ്റൊരു ഡിബേറ്റാണ്. അത് നമുക്ക് പിന്നീട് മറ്റൊരു വേദിയിൽ സംസാരിക്കേണ്ട വിഷയമാണ്. എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇനി ഒരു 2 ദിവസം കൂടെ കാത്തിരുന്നാൽ അറിയാമല്ലോ. ഇപ്പോൾ ചില മാധ്യമങ്ങളോട് നമ്മൾ വിലയിരുത്തിയപ്പോൾ കണ്ടത് 2004 കാര്യമാണ്. 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് BJP വലിയ പ്രചരണം നടത്തിയ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത് അന്നത്തെ വാജ്പേയി മന്ത്രിസഭയൊക്കെ എത്ര പ്രഗത്ഭന്മാർ നിറഞ്ഞൊരു മന്ത്രിസഭയായിരുന്നു. ഭരണവുമായി ബന്ധപ്പെട്ടും യാതൊരു അഭിപ്രായ വ്യത്യാസവും പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭ ആയിരുന്നില്ല. അത് അഴിമതിയുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു കാര്യങ്ങളും പുറത്തു വന്നിരുന്നില്ല. ആ സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ്. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് BJPയുടെ തുടർഭരണമാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. BJP പരാജയപ്പെടുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം 2004 ശേഷം 2008 മുതൽ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ മാറി പറയുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അതാണ് ഇന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എക്സിറ്റ് പോളുകളെ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്ന് പറയുന്നതിന് പ്രധാന കാരണങ്ങളൊന്ന് ഇത്തരം ചില പരാജയങ്ങളാണ് എക്സിറ്റ് പോളുകളുടെ. എക്സിറ്റ് പോളുകൾ ഒന്നാമത് 2004 മുതൽ 2024 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. 20 വർഷം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക 2-3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ റിസർച്ചിന്റെ ടൂൾസും ഒരുപാട് നമ്മൾ റിസർച്ച് ആൻഡ് ഗ്രൗണ്ട് ലെവലിൽ ഈ റിസർച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത കൂടിയിട്ടുണ്ട്. 100% എക്സിറ്റ് പോളുകളെ വിശ്വസിക്കണമെന്ന് ആരും പറയുന്നില്ലല്ലോ. എക്സിറ്റ് പോളുകളല്ലോ. നമുക്ക് ഇനി ഒരു 3 ദിവസം കൊണ്ട് കാത്തിരുന്നാൽ യഥാർത്ഥ ഫലം വരുമെന്നിരിക്കെ എക്സിറ്റ് പോളുകളുടെ പുറത്ത് നമ്മൾ ഒരുപാട് ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അതാണ് എന്ന് താങ്കൾ കരുതുന്നു. എക്സിറ്റ് പോളുകൾ ഒരു സൂചകമാണ്. കാരണം ഇത്തവണത്തെ പ്രത്യേകത ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ടെന്ന് വെച്ചാൽ പുറത്തു വന്ന എല്ലാ ഈ സീറ്റുകളുടെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ പോലും എല്ലാ എക്സിറ്റ് പോളുകളും 350 മുകളിലാണ് NDA സഖ്യത്തിന് പ്രവചിക്കുക. ചിലതൊക്കെ 400 മുകളിൽ പറയുന്ന 3ഓളം എക്സിറ്റ് പോളുകളും ഉണ്ട് ഇക്കൂട്ടത്തിൽ. അതുകൊണ്ട് ഇതിനകത്തൊരു വ്യത്യാസം കാര്യമായി സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇല്ല. അതിനകത്ത് കാര്യമായിട്ടൊരു വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ എക്സിറ്റ് പോളുകൾ മാറ്റിവെച്ചാൽ അതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ മാറ്റിവെച്ചാൽ പോലും നമുക്കൊരു സാമാന്യമായി ചിന്തിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന ഭരണത്തിന്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. അതിന് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഒരു 5 കാരണങ്ങൾ ഞാൻ പറയും. ഒന്ന്, നരേന്ദ്രമോദി എന്നുള്ള ഫാക്ടർ തന്നെയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. വെദർ യു ലൈക്ക് ഹിം ഓർ നോട്ട്,
വെദർ യു അക്സെപ്റ്റ് ഹിം ഓർ നോട്ട് യു കനോട്ട് ഇഗ്നോർ ഹിം. അതാണ് സത്യം. നമുക്ക് എല്ലാവർക്കും അറിയില്ല, നരേന്ദ്രമോദി ഒരു ഷോ സ്റ്റീലറാണ്, ഒരു ഷോ സ്റ്റോപ്പറാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി, അദ്ദേഹം എവിടെ പോയാലും ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് ഇമേജ്, ഓറ, അദ്ദേഹം എന്നുള്ള ഒരു ഫാക്ടർ, അതൊരു കണ്ടിന്യൂറ്റി തന്നെയാണ്. അതൊരു മേജർ ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്, ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഞാൻ വിചാരിക്കുന്നത് പോൾ പ്രോമിസുകൾ, തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഫലപൂർത്തീകരണം, ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോൾ നമുക്ക് കാണുന്ന അയോധ്യ ആയാലും ശരി, ആർട്ടിക്കിൾ 370 ആയാലും ശരി, ഒരുപാട് വാഗ്ദാനങ്ങൾ. അത് മതപരം, ചിലപ്പോൾ ഹിന്ദുത്വ എന്ന് പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, വികസനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അല്ലാത്ത എന്താ പറയുക ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ എന്താ പറയുക 370, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളുടെ പൂർത്തീകരണം. മൂന്നാമത്തെ ഞാൻ കാണുന്നത് ഇന്ത്യ മുന്നണി എന്നുള്ള ശിഥിലീകരിച്ച ഒരു മുന്നണിയാണ്. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ INDI സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം രാജ്യത്തെ മുന്നോട്ട് നയിക്കും എന്ന് വിശ്വസിക്കാൻ മാത്രം മൗഢ്യം എന്തായാലും രാജ്യത്തെ ജനങ്ങൾക്ക്, സാമാന്യ ജനത്തിനുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാലാമത്തെ രാഹുൽ ഗാന്ധിയാണ് മോഡിക്കെതിരെ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മോഡിയെ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ അവിടെ നിൽക്കട്ടെ, അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൃഷ്ണഭാസ്കർ തുടരുക.